ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 0 to π/2 റൂട്ട് സൈൻ 5 ഇൻറ്റു കോസ് റേസ് 5 d5 എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? ഡയറക്റ്റ് മെത്തേഡൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നോക്കിയാലോ. നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള മെത്തേഡൊന്നും കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. അതായത് ഇങ്ങനെ വല്ല സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ടിനുള്ളിലുള്ള ആൾ ടി കൊടുക്കട്ടെ. സ്ക്വയർ റൂട്ട് വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കൂടുതലും ചെയ്യാറ്. സ്ക്വയർ റൂട്ടിനുള്ളിലുള്ള ഫംഗ്ഷന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. റൂട്ട് ടി എന്നാവാൻ വേണ്ടിയാണത്. ഡിഫറൻഷ്യേറ്റിംഗ് ബോത്ത് സൈഡ്സ്, സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. അപ്പോൾ കോസ് 5 d5 ഈക്വൽ ടു ഡി ടി എന്ന് വരും അല്ലേ? ഇതറിയാമല്ലോ, നമ്മൾ കുറേ ചെയ്തതാണത്. സോ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഇപ്പോഴേ തന്നെ ചെയ്ത് വെച്ചോ. കാരണം ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും 5യുടെ വാല്യൂസ് ആയിരുന്നു. 5 = 0 ആണ് ലോവർ ലിമിറ്റ്, 5 = π/2 ആണ് അപ്പർ ലിമിറ്റ്. ഞാനിപ്പോൾ കംപ്ലീറ്റ് ടിയുടെ ടേമിലോട്ട് കൊണ്ടുവരാണ്. അപ്പോൾ ടിയുടെ വാല്യൂസ് വേണം എഴുതാനായിട്ട്. ലോവർ ലിമിറ്റ് 5 = 0 ആണ് അല്ലേ? 5 0 ആകുമ്പോഴേ ടിയുടെ വാല്യൂ സൈൻ 0 എന്നായി മാറും. ടിയുടെ വാല്യൂ സൈൻ 0 ആവും. സൈൻ 0 0 ആണ്. അപ്പർ ലിമിറ്റ് 5 = π/2 ആണ്. 5 = π/2 ആണ് അപ്പർ ലിമിറ്റ്. ആ സമയത്ത് ടിയുടെ വാല്യൂ എന്ത് വരും? 5 π/2 ആകുമ്പോൾ ടി എന്ത് സംഭവിക്കും? സൈൻ π/2 ആവും. സൈൻ π/2 1 ആണ്. 0 to π/2 ആണ് പഴയ ലിമിറ്റ്. ടിയുടെ ടേമിലോട്ട് കൊണ്ടുവന്നപ്പോൾ 0 to 1 ആയി മാറും. ഈ സ്റ്റെപ്പ് മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. സോ ഇൻ്റഗ്രൽ 0 to π/2 എന്നുള്ളത് 0 to 1 ആയി മാറും. റൂട്ട് സൈൻ 5 അല്ലേ? സൈൻ 5 ടി ആണെന്നല്ലേ പറഞ്ഞേ? റൂട്ട് ടി എന്നാവും. കോസ് റേസ്റ്റ് 5 അത് അങ്ങനെ എഴുതിയാൽ ശരിയാവില്ല. കാരണം ഇവിടെ കോസ് റേസ്റ്റ് 5 എന്ന് എഴുതി കഴിഞ്ഞാലേ അത് നമുക്ക് വേണമെങ്കിൽ തുടക്കത്തിൽ എഴുതിയിട്ട് ടി ആക്കിയാലും മതി, കുഴപ്പമില്ല. എന്നിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്താൽ മതി. കോസ് റേസ്റ്റ് 5ന് ഞാനൊരു കാര്യം ചെയ്തോട്ടെ. കോസ് റേസ്റ്റ് 4 ഇൻറ്റു കോസ് എന്ന് എഴുതിയാലോ? കോസ് റേസ്റ്റ് 5 തന്നെയല്ലേ? തെറ്റൊന്നുമില്ലല്ലോ. കോസ് റേസ്റ്റ് 5ന് കോസ് റേസ്റ്റ് 4 ഇൻറ്റു കോസ് എഴുതി. എന്തിനാണ് അങ്ങനെ എഴുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോസ് 5 d5യുടെ ആവശ്യമുണ്ട് ഇല്ലേ? കോസ് 5 d5 എന്തായാലും വേണ്ടതല്ലേ? അപ്പോൾ ഈ കോസ് 5 d5ന് ഡി ടി എന്ന് എഴുതാമല്ലോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ 0 to 1 റൂട്ട് ടി ഇൻറ്റു കോസ് റേസ്റ്റ് 4 5. നമുക്ക് ടിയുടെ ടേമിലോട്ട് ഇതിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. കോസ് റേസ്റ്റ് 4ന് നമുക്കൊരു കാര്യം ചെയ്യാം. കോസ് സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് എഴുതിയാലോ? കോസ് സ്ക്വയർ ഓൾ സ്ക്വയർ കോസ് റേസ്റ്റ് 4 തന്നെയല്ലേ? പിന്നെ ഇവിടെ കോസ് 5 d5 ഡി ടി ആണെന്നറിയാം. നമ്മളെല്ലാം ടിയുടെ ടേമിൽ വരണം. 5ഉം ടി ഇങ്ങനെ മിക്സ് ചെയ്ത് വരാൻ പാടില്ല. കോസ് സ്ക്വയർ 5നെ നമുക്ക് കോസ് സ്ക്വയർ 5നെ എങ്ങനെ എഴുതാം? ഈ റൂട്ട് ടീനെ ഞാൻ തൽക്കാലം t⁻½ എന്ന് എഴുതാണ്. കോസ് സ്ക്വയർ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 - സൈൻ സ്ക്വയർ തീറ്റ അല്ലേ? അപ്പോൾ കോസ് സ്ക്വയർ 5നെ ഞാൻ 1 - സൈൻ സ്ക്വയർ 5 എന്ന് എഴുതി. പുറത്തൊരു സ്ക്വയർ ഉണ്ട്, ഇങ്ങനെ വരും. എന്തിനാണ് അങ്ങനെ എഴുതിയെന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ആ സൈൻ 5 കാണുന്നിടത്ത് ടി എഴുതാം. കംപ്ലീറ്റ് ടി ആയി മാറണം, അല്ലാതെ ടിയും 5ഉം ഒരുമിച്ച് വരാൻ പാടില്ല. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ആ സൈൻ 5 ടി ആണെന്നറിയാമല്ലോ. അപ്പോൾ സൈൻ 5ക്ക് ടി കൊടുക്കാം. അപ്പോൾ ഇത് ഇൻ്റഗ്രൽ 0 to 1 t⁻½ ഇൻറ്റു സൈൻ 5 ടി ആയതുകൊണ്ട് 1 - t² ഓൾ സ്ക്വയർ.
1 മൈനസ് ടി സ്ക്വയർ ഹോൾ സ്ക്വയർ ഡി ടി. അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ 0 to 1 ടി റേസ്റ്റ് ഹാഫ് ഇൻറ്റു എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണിത് അല്ലേ. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. മൈനസ് 2ab എന്ന് പറഞ്ഞാൽ മൈനസ് 2t സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ടി സ്ക്വയർ ഹോൾ സ്ക്വയർ. ടി സ്ക്വയർ ഹോൾ സ്ക്വയർ ടി റേസ്റ്റ് 4 ഡി ടി. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ സ്റ്റെപ്പുകളെല്ലാം എഴുതിയത് മനസ്സിലായോ? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇൻ്റഗ്രലിനുള്ളിൽ ടി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം മറന്നു പോകരുത്, ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇനീഷ്യലി ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഇവിടെ ഉള്ള വേരിയബിൾ ഫൈയുടെ വാല്യൂസ് ആണ്. 0യും π/2 ഫൈയുടെ വാല്യൂസ് ആണ്. നമ്മളത് ടിയുടെ വാല്യൂസുകൾ കണ്ടുപിടിക്കണം. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തുടക്കത്തിൽ തന്നെ ചേഞ്ച് ചെയ്യണം, അത് മറന്നു പോകരുത്. നമുക്കിതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. 0 to 1 ടി റേസ്റ്റ് ഹാഫ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ടി റേസ്റ്റ് ഹാഫ് ഇൻറ്റു 1 ചെയ്താൽ ടി റേസ്റ്റ് ഹാഫ് മൈനസ് 2 ഇൻറ്റു ടി റേസ്റ്റ് ഹാഫ് ഇൻറ്റു ടി സ്ക്വയർ. ടി റേസ്റ്റ് ഹാഫ് ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പവർ തമ്മിൽ ആഡ് ചെയ്യും അല്ലേ. ടി റേസ്റ്റ് ടു 1/2 പ്ലസ് 2 1/2 പ്ലസ് 2 5/2 ആണ്. പ്ലസ് ടി റേസ്റ്റ് ഹാഫ് ഇൻറ്റു ടി റേസ്റ്റ് 4 ടി റേസ്റ്റ് 4 പ്ലസ് 1/2 4 പ്ലസ് 1/2 എന്ന് പറഞ്ഞാൽ 9/2 ഡി ടി എന്ന് വരും. നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ഓരോന്നിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സ്റ്റെപ്പ് എല്ലാം കാണിക്കുന്നില്ല. ടി റേസ്റ്റ് 1/2 ഇൻ്റഗ്രൽ ടി റേസ്റ്റ് 1/2 പ്ലസ് 1 ബൈ 1/2 പ്ലസ് 1 അല്ലേ. ഇപ്പോൾ ടി റേസ്റ്റ് 1/2 പ്ലസ് 1 അതായത് 3/2 ബൈ 3/2 മൈനസ് 2 ഇൻറ്റു ടി റേസ്റ്റ് 5/2 ഇൻ്റഗ്രൽ ടി റേസ്റ്റ് 5/2 പ്ലസ് 1 ബൈ 5/2 പ്ലസ് 1 ടി റേസ്റ്റ് 5/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 7/2 ബൈ 7/2 പ്ലസ് ടി റേസ്റ്റ് 9/2 ഇൻ്റഗ്രൽ ടി റേസ്റ്റ് 9/2 പ്ലസ് 1 ബൈ 9/2 പ്ലസ് 1 9/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 11/2 ബൈ 11/2 0 to 1. അടുത്ത സ്റ്റെപ്പിൽ ഇനി അറിയാമല്ലോ 1/3/2 എന്നുള്ളത് 2/3 ആവും. 2/3 ടി റേസ്റ്റ് 3/2 മൈനസ് 2 ഇൻറ്റു 2/7 അല്ലേ. 2 ഇൻറ്റു 2/7 4/7 ടി റേസ്റ്റ് 7/2 പ്ലസ് 1/11/2 2/11 ടി റേസ്റ്റ് 11/2 0 to 1. ഇനി ടി കാണുന്നിടത്തെല്ലാം 1 കൊടുത്താൽ മതി. 1/3/2 1 ആണ്. 1/7/2 1 ആണ്. 1/11/2 1 ആണ് അല്ലേ. അപ്പോൾ അതൊന്നും എഴുതുന്നില്ല. ടിക്ക് 1 കൊടുത്താൽ 2/3 മൈനസ് 4/7 പ്ലസ് 2/11 മൈനസ് ഇനി ടി കാണുന്നിടത്തെല്ലാം 0 കൊടുക്കുക. ഓരോ ടേമും 0 ആയി മാറും. ക്ലിയർ ആയല്ലോ. സോ ഇത് ചെയ്തു വരുമ്പോൾ കാൽക്കുലേഷൻ ഞാൻ തൽക്കാലം എക്സ്പ്ലെയിൻ ചെയ്യണില്ല, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കിക്കോ. ചെയ്തു വരുമ്പോൾ 64/231 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ.